നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 25, 26, 27 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 25 രാവിലെ 9:07 AM മുതൽ മെയ് 27 വൈകിട്ട് 6:59 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം പിന്നെ ഈ പറയുന്നതൊക്കെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അത് ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 25-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള. 26-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ 27-ാം തീയതി ബുധനാഴ്ച പച്ച. ഈ നിറങ്ങളല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവും ഉണ്ടാകുന്നതാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തം നോക്കാം. മെയ് 25-ാം തീയതി രാവിലെ 4:29 AM മുതൽ 5:17 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 25-ാം തീയതി 26, 27 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 26, 27 തീയതികളിൽ. ഇനി അഭിജിത്ത് മുഹൂർത്തം നോക്കാം. 27-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. 25-ാം തീയതി രാവിലെ 11:54 AM മുതൽ ഉച്ചയ്ക്ക് 12:43 AM വരെയാണ് 25-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 26-ാം തീയതി രാവിലെ 11:54 AM മുതൽ ഉച്ചയ്ക്ക് 12:44 PM വരെയാണ് 26-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 25-ാം തീയതി 7:39 AM മുതൽ 9:12 AM വരെയാണ് 25-ാം തീയതി രാഹുകാലം രാവിലെ. 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:25 PM മുതൽ 4:58 PM വരെയാണ് 26-ാം തീയതി രാഹുകാലം. 27-ാം തീയതി ഉച്ചയ്ക്ക് 12:19 PM മുതൽ ഉച്ചയ്ക്ക് 1:52 PM വരെയാണ് രാഹുകാലം 27-ാം തീയതി. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 25-5-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 5, 2, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 26-5-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 6, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 27-5-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 7, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇതേപ്പറ്റി ഞാൻ ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതും കാണാൻ ശ്രമിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പിന്നെ ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലങ്ങളാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തീപ്പൊള്ളൽ, അതുപോലെ വീഴ്ച ഇവയൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ. ശനിയും ചൊവ്വയും ഈ മേഖലയിൽ, സാങ്കേതിക മേഖലയിൽ പണി ഒപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്.
അത് രണ്ടും ഇവിടെ പ്രതികൂലങ്ങളാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടും 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുമുണ്ട്. ഇവർക്ക് ഒരു വിജയസാധ്യത എല്ലാ കാര്യത്തിനൊക്കെ ഉണ്ടാവുമെങ്കിലും ധനപരമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്തിനും ഒരു തടസ്സങ്ങളും ഒരു പൊലിമയില്ലായ്മയും പൂർണ്ണത കുറവുമൊക്കെ പൊതുവെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങളാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്: ശനി, വ്യാഴം, ശുക്രൻ. അപ്പോൾ അത് കൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ ഒരു പൊലിമക്കുറവ് എല്ലാത്തിനും ഉണ്ടാവാം. കാരണം ജന്മത്തിൽ സൂര്യൻ നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ചൊവ്വയും പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതും ഈ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ജൂൺ 2-ാം തീയതി വ്യാഴം അനുകൂലമായിട്ട് മാറുന്നതിൻ്റെ ഒരു തുടക്കം ഇപ്പോഴേ തന്നെ കിട്ടിത്തുടങ്ങും. പ്രത്യേകിച്ച് ശനിയും വ്യാഴമൊക്കെ ഗൃഹനിലയിൽ അനുകൂലമായവർക്ക് നേരത്തെ തന്നെ ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായിത്തുടങ്ങും. എങ്കിലും ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. സൂര്യനും ബുധനും ഇവിടെ 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കണ്ടകശനിയാണ് ആയതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കാരണം സൂര്യൻ അവിടെ പ്രതികൂലമാണ്. ഓക്കെ, പക്ഷേ അത് മറികടക്കാൻ ചൊവ്വ സഹായിക്കുന്നതാണ്. ഓക്കെ, മിഥുനം രാശിക്ക് ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ ഇവരുടെ നല്ലൊരു വലിയ കാലഘട്ടം ഇവർക്ക് തുറന്നു കിട്ടാൻ പോവുകയാണ്. ജൂൺ 2 മുതൽ ഒഫീഷ്യലായിട്ട്, ഔദ്യോഗികമായിട്ട്. ഇപ്പോൾ ഈ അനൗദ്യോഗികമായിട്ടൊക്കെ പലർക്കും വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടി തുടങ്ങിക്കാണും. ഓക്കെ, അതിനൊന്നും വിഷമം തോന്നരുത്. ഈശ്വരനെ ഭജിച്ച് തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ്. ഇവർക്ക് വേണ്ടി വേറെ ഒരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കർക്കിടകം രാശിക്ക് നല്ല കാലമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കാം. ഇവർക്ക് ഈ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വ്യാഴവും സർപ്പവും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. ഇവർക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടം, തൊഴിൽപരമായിട്ട് ഉന്നതി, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, സാമ്പത്തിക നേട്ടങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, ഇവയൊക്കെ കർക്കിടകം രാശിക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. അതുപോലെ എല്ലാ ദിവസവും
ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യ പാദം. ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങം രാശിക്ക്. പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ശനി, സർപ്പം, ശിഖി ഇവ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അഷ്ടമത്തിലെ ശനി, അതിൻ്റെ ശനിദോഷം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രൻ വ്യാഴവും നിൽക്കുന്നതിനാൽ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, വീട്, വാഹനം, ആഭരണം, വസ്ത്രം, ഇഷ്ട ഭക്ഷണ സമൃദ്ധി ഇതുപോലുള്ള ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭ്യമാകും. പൊതുവെ നല്ല കാര്യങ്ങളൊക്കെയാണ് സംഭവങ്ങളെങ്കിലും ഇവർക്ക് ഗുണാധിക്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ദിവസങ്ങളാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അത് ഇടവമാസം, മിഥുനമാസം ഈ 2 മാസത്തിലും സൂര്യൻ്റെ അനുകൂലാവസ്ഥ കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല, സാധാരണ ദിവസങ്ങൾ പോലെ ഇത് കടന്നു പോവും. കുറച്ച് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട് എന്നാൽ കവിഞ്ഞ് ഒരു കമൻറ്റും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് സാധാരണ ദിവസങ്ങൾ പോലെ, അത്ര വലിയ ഭാഗ്യമൊന്നുമില്ലാത്ത സാധാരണ ദിവസങ്ങൾ പോലെ ഈ ദിവസങ്ങൾ കടന്നു പോകും. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. ചന്ദ്രൻ പ്രതികൂലമാണ് ഈ ദിവസങ്ങളിൽ. 3 വർക്കിംഗ് ഡേയിൽ ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഒഴിവാക്കുക. പിന്നെ തിങ്കളാഴ്ച ശിവന്, ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ്റെ ഒരു പ്രതികൂലാവസ്ഥ കൊണ്ട് പൊതുവെ എല്ലാത്തിനും ഒരു പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ്, എല്ലാ ഈ ഭൗതിക സുഖങ്ങളൊക്കെ കിട്ടും. ശനിയും വ്യാഴവും എല്ലാം അനുകൂലമാണ് തൽക്കാലം. 2ാം തീയതി പോലെ വ്യാഴം ഒന്ന് മാറുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ തന്നെയും 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആ വലിയൊരു ഉജ്ജ്വലതയൊന്നും പ്രതീക്ഷിക്കരുത്. എങ്കിലും പൊതുവെ തൊഴിൽപരമായിട്ടൊക്കെ നേട്ടമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ പ്രത്യേകം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇവർക്ക് ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന കാര്യത്തിനെല്ലാം ഒരു വിജയസാധ്യതയുണ്ട്. എന്നാൽ തന്നെയും അതിനൊരു പൂർണ്ണതക്കുറവ് പ്രതീക്ഷിച്ചു വേണം. അതുപോലെ തന്നെ സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് ഈ 3 വർക്കിംഗ് ഡേയിൽ നിൽക്കുന്നു. അതുകൊണ്ട് അല്പം അതുപോലെ തന്നെ ചൊവ്വ ഇവിടെ പ്രതികൂലമാണ്.
അപ്പോൾ വാഹനമൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. സൂര്യനും പ്രതികൂലമൊക്കെയാണ്. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം, അതുപോലെ തന്നെ ഈ യന്ത്ര തകരാറുകൾ, യന്ത്രങ്ങൾ, കാറ് മാത്രമല്ല, വാഹനം മാത്രമല്ല, മൊബൈലും അതുപോലെ തന്നെ ഈ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഏത് തരത്തിലുള്ള യന്ത്രവും ഉപയോഗിക്കുമ്പോഴും, മിക്സിയും ഇൻഡക്ഷൻ കുക്കറും ഓവനും ഒക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത ഉണ്ട്. തുലാം രാശിക്ക് എന്തായാലും ഗുണാധിക്യമാണ്. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദ, അനിഴം തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും സൂര്യനും ബുധനും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ഈ വ്യാഴം മാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോഴേ കിട്ടിത്തുടങ്ങും. അത് പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ഒക്കെ ഗ്രഹനിലയിൽ അനുകൂലമായവർക്ക് നേരത്തെ തന്നെ സാക്ഷ്യം കിട്ടും. ഒഫീഷ്യലായിട്ട് ജൂൺ 2 തൊട്ടാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് അത്യധികം ഗുണാധിക്യമായിട്ട് വരാൻ പോകുന്നത്. എന്തായാലും അത് ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇവിടെ സൂര്യൻ, ബുധൻ, വ്യാഴം ഇവ മൂന്നും പ്രതികൂലങ്ങളാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ഭൗതിക സുഖങ്ങൾക്ക് ഒരു പൊലിമ കുറവ് ഉണ്ടാവാം. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് ചൊവ്വയും ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമാണ്. ഇവിടെ 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഞങ്ങൾ പറയുന്നു. ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ശുക്രൻ അനുകൂലമായതിനാൽ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം, ആദ്യപാദം ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താനങ്ങൾക്ക് ഐശ്വര്യം, പിന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അതുപോലെ തന്നെ വ്യാഴം കൊണ്ട് പൊതുവെ ഒരു ദൈവാധീനമൊക്കെ ഉണ്ടാവും. അതുകൂടാതെ ഈ ദാമ്പത്യ ജീവിതത്തിൽ നേട്ടമുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്ക് നേട്ടമുണ്ടാവും. എങ്കിലും പൊതുവെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ജൂൺ 2 വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ. ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും നമുക്ക് ചൊവ്വ പ്രതികൂലമാണ്. എങ്കിലും ശനി അനുകൂലമാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഡയറക്റ്റ് പ്രതികൂലമായിട്ട് ചൊവ്വ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തീപ്പൊള്ളൽ, പിന്നെ വീഴ്ച, ഇതൊക്കെ ശ്രദ്ധിക്കുക. യന്ത്ര തകരാറ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾക്ക് ഒരു പൊലിമക്കുറവ്, ഇതൊക്കെ പ്രതീക്ഷിക്കാം. അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല മകരം രാശിക്ക്. എങ്കിലും അവർക്ക് ജൂൺ 2 അനുകൂലമായിട്ട് വ്യാഴം മാറുന്നതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ഒക്കെ ഗ്രഹനിലയിൽ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് ഇപ്പോഴേ തന്നെ ചെറുതായിട്ടൊക്കെ ഭൗതിക സുഖങ്ങളൊക്കെ കൂടുതലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പോൾ നമുക്ക് വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഒഫീഷ്യലി അത് താൽക്കാലികമാണ്. അത് പക്ഷേ ജൂൺ 2 തൊട്ട് ഒഫീഷ്യലി തന്നെ നമുക്ക് അനുകൂലമായിട്ട് വരും. എങ്കിലും നമ്മൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക.
ഇനി കുംഭൻ രാശി അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. അപ്പോൾ എങ്കിലും ചൊവ്വ, വ്യാഴം, ശുക്രൻ, ബുധൻ ഇവ 4 അനുകൂലമാണ്. ശ്രദ്ധിക്കുക. വ്യാഴം പ്രതികൂലമായിട്ട് വരാൻ പോവുകയാണ് ജൂൺ 2-ന്. അതിനു മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതുപോലെ തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. ചൊവ്വ അനുകൂലമായതിനാലും അതുപോലെ ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമായതിനാൽ ഈ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. വാഹന ലാഭം കാണുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം. എല്ലാറ്റിനും ഒരു ദൈവാധീനമുണ്ട്. വ്യാഴം മാറുന്നതിന് മുൻപ് കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. പ്രേമബന്ധങ്ങൾ സഫലമാവും. അതുപോലെ തന്നെ ഓക്കെ, വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ഒരു ബന്ധുവിൻ്റെ മകൻ ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പ്രണയ ജീവിതം സഫലമാകാൻ പോവുകയാണ്. കാര്യം പ്രണയിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് വാക്ക്, അതായത് ആ വീട്ടിൽ ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് അവൻ ഈ പറഞ്ഞതൊക്കെ സംഭവം ഇതാണ്. വ്യാഴത്തിൻ്റെ ഒരു അനുകൂല അവസ്ഥ കൊണ്ട് അവന് ഇപ്പോൾ പ്രണയത്തിന് സാഫല്യം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഓർത്താണ്. ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ വിവാഹം കാത്തു നിൽക്കുന്ന കുംഭൻ രാശിക്കാരായ ആൾക്കാർക്ക് വിവാഹത്തിന് അവസരമൊരുങ്ങും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഈ പ്രതികൂലങ്ങളായ ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷേ നിൽക്കുന്നത് രണ്ടും നല്ല ഏറ്റ പാപഗ്രഹങ്ങളാണ്. ജന്മശനി, 12ാം ഭാവത്തിൽ സർപ്പം. പക്ഷേ ഡിസംബർ 5-ന് മീനം രാശിക്ക് സർപ്പം അനുകൂലമായിട്ട് വരാൻ പോകുന്നു. ഓക്കെ. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഇടവ മാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം ഇവയൊക്കെ കിട്ടും. അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ വ്യാഴം അനുകൂലമായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ച് ശനിയും വ്യാഴവും അനുകൂലമായിട്ട് ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്ക്, ജാതകത്തിലുള്ളവർക്ക് ഇപ്പോഴേ തന്നെ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങും. എല്ലാവർക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.